ഈ വലിയ വാതിൽ തുറക്കുന്നത് അനാഥമായ കുറേ ജീവിതങ്ങളുടെ അഭയസങ്കേതത്തിലേക്കാണ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതെ, തലചായ്ക്കാനൊരിടമില്ലാതെ, ശാപജന്മങ്ങൾ പോലെ തെരുവിലലഞ്ഞ മനുഷ്യജീവിതങ്ങൾക്ക് തണൽ തീർത്തൊരിടമാണിത്. ഇത് കലയപുരത്തെ സങ്കേതമെന്ന അനാഥരുടെ ആലയം. ഉറ്റവരാലും ഉടയവരാലും ഉപേക്ഷിക്കപ്പെട്ട ഇവിടുത്തെ അന്തേവാസികൾക്കൊപ്പമാണ് ഇന്നലത്തെ ഒരു വലിയ പാട്ടുകാരൻ. അനാഥരിൽ ഒരാളായ ഈ ഗായകനെ നാം അറിയും, ആലപ്പി ബെന്നിയെ. സംഗീത സാന്ദ്രമായിരുന്ന ആലപ്പി ബെന്നിയുടെ ജീവിതം ഇന്നിപ്പോൾ ഒറ്റക്കാലിൽ മുടന്തി നീങ്ങുകയാണ്. ശ്രുതിപൊട്ടിയ പാട്ടുപോലൊരു മനുഷ്യജീവിതം ഇവിടെ ഇതാ. ചക്രവാള സീമയിൽ ചന്ദന ശീതള ഭൂമിയിൽ ചിത്രസുന്ദരി നിന്നെ തേടും ചക്രവാകം ഞാൻ, ചക്രവാകം ഞാൻ സംഗീത രംഗത്തേക്ക് വന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സംസ്ഥാന യൂത്ത് ഫെസ്റ്റിവൽ ലളിതഗാനത്തിന് ഞാൻ 1ാം സ്ഥാനം നേടുകയും അത് പലരും എന്നെ പുകഴ്ത്തി പറയുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ആലപ്പുഴയിൽ ഒരു ഓണത്തിനൊരു മത്സരം ഉണ്ടായിരുന്നു, ലളിതഗാന മത്സരം. അതിനും ഞാൻ പങ്കെടുക്കുകയും ലളിതഗാനത്തിൽ പങ്കെടുക്കുകയും അതിന് ഞാൻ 1ാം സമ്മാനം നേടുകയും അതിൻ്റെ ജഡ്ജസായിട്ട് വന്നത് നമ്മുടെ നാടരംഗത്തെ ആചാര്യനായിരുന്ന സെബാസ്റ്റ്യൻ കുഞ്ഞുഞ്ഞു ഭാഗവരായിരുന്നു. അദ്ദേഹം എൻ്റെ ശബ്ദം കേട്ട് വളരെ ഇഷ്ടപ്പെടുകയും എന്നെ സെയ്ത്താൻ ജോസഫിനെ പരിചയപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ആലപ്പി തിയേറ്റേഴ്സിൽ 30 വെള്ളിക്കാശ് എന്ന നാടകത്തിൽ ഒരു പാട്ടുകാരനായി പാടാൻ തുടങ്ങി. മുൾക്കിരീടം ശിരസിലടിച്ചു, മൂന്നാണികളാൽ കുരിശിൽ തറച്ചു, ആ നിമിഷത്തിൽ അവർക്കു വേണ്ടി മാപ്പിനിരന്ന മാനുഷപുത്രൻ പിതാവേ, പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോടു ക്ഷമിക്കണമേ. അങ്ങനെ ഓരോ വർഷം ഓരോ നാടകത്തിൽ പാടിക്കഴിഞ്ഞ് അപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ എത്തിയ ശേഷം സംഗീത രംഗത്ത് പൂർണ്ണമായും ഗാനമേള ട്രൂപ്പിൽ, അന്ന് ഇന്നത്തെ ബ്ലൂ ഡയമണ്ട്സ് ട്രൂപ്പ് അന്ന് ഉണ്ടാക്കിയത് പാപ്പച്ചൻ എന്നാണ് തമിഴ്, ആലപ്പുഴ എൻ്റെ സുഹൃത്തായിരുന്നു. അതിൽ പാട്ടുകാരനായിട്ട് ഞാൻ പാടി. പിന്നെ ഒരു ഗുരുവിൻ്റെ കീഴിൽ ഞാൻ സംഗീതം പഠിക്കാൻ പോയി. ആ ഗുരുവിൻ്റെ പേര് ചെല്ലൻ ഭാഗവതർ എന്നായിരുന്നു. പിന്നെ ഒരു കുഞ്ഞുമണിക്കം ഭാഗവതർ. പിന്നെ തികച്ചും ഞാൻ ഈശ്വര വിശ്വാസിയായിരുന്നു. പള്ളിയിലെ എല്ലാ കർമ്മങ്ങൾക്കും ഞാൻ ഗായക സംഘത്തെ നയിച്ചിരുന്നു. സംഗീതമേ ജീവിതമെന്ന് പറഞ്ഞു നടന്നിരുന്ന ബെന്നി സ്കൂൾ പഠിപ്പിനപ്പുറം വിദ്യാഭ്യാസം നീട്ടിക്കൊണ്ടുപോയില്ല. സംഗീതം ഒപ്പമുള്ളപ്പോൾ ഉപജീവനത്തിന് മുട്ടുണ്ടാവില്ല എന്ന ഉറച്ച വിശ്വാസമായിരുന്നു ബലം. സംഗീത അധ്യാപകനായി തുടങ്ങി പിൽക്കാലത്ത് പ്രൊഫഷണൽ നാടകരംഗത്ത് പാട്ടുകാരനും സംഗീത സംവിധായകനുമൊക്കെയായി പ്രശസ്തിയുടെ പടവുകൾ കയറുകയായിരുന്നു ബെന്നി. കൊല്ലത്ത് വന്നിട്ട് ജവഹർ ബാലഭവനിൽ ഒരു ലളിതഗാന ഇൻസ്ട്രക്ടറായി ഒരു 8 വർഷം ജോലി ചെയ്തു. അവിടെ വച്ച് ഞാൻ പല നാടക ട്രൂപ്പിലും സംഗീത സംവിധായകനായി മാറുകയും ചെയ്തു. കൊല്ലം യൂണിവേഴ്സൽ തിയേറ്റേഴ്സ്, കാദംബരി, ഗീതാഞ്ജലി, ട്യൂണ, പിന്നെ കലാമണ്ഡലം ഗംഗാൻ്റെ ഡാൻസ് ട്രൂപ്പ്, അങ്ങനെ പല നാടക ട്രൂപ്പിലും ബാലെ ട്രൂപ്പിലും സംഗീത സംവിധാനം കേരളം മൊത്തം ഞാൻ ഒരു സംഗീത സംവിധാനം പിന്നെ അറിയപ്പെട്ടു തുടങ്ങി. മലയാള സിനിമയിലെ തലയെടുപ്പുള്ള സംഗീത സംവിധായകൻ ബാബുരാജിനെ പരിചയപ്പെടുന്നിടത്തു നിന്നാണ് ബെന്നി
തന്നിലുള്ള സംഗീതത്തെയും പാട്ടുകാരനെയും കൂടുതൽ മിനുക്കിയെടുക്കുന്നത്. പ്രതിഭ തെളിയിച്ച പാട്ടുകാരന് അനുമോദനങ്ങൾ ഏറെ കിട്ടി. അക്കാലത്ത് മനുഷ്യ സഹജമായ അഹന്തയും ബെന്നിയിൽ വളരാൻ തുടങ്ങിയിരുന്നു. ഞാൻ കൊല്ലത്ത് വന്നപ്പോഴാണ് MS ബാബുരാജ് എന്ന സംഗീത ചക്രവർത്തിയെ പരിചയപ്പെട്ടത്. സിനിമ അറിയാൻ സംഗീത MS ബാബുരാജിനെ കുറിച്ച്. അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ശൈലി ഇവിടെ മറ്റാർക്കും കിട്ടാത്തൊരു പ്രത്യേക സംഗീത രംഗത്ത് വലിയ ശൈലിയായിരുന്നു. ആ ശൈലി പിടിച്ച് ഞാൻ പാട്ട് ട്യൂൺ സംഗീതം നൽകിയപ്പോൾ ജനം അത് ആവേശത്തോടെ സ്വീകരിച്ചു, എല്ലാ പ്രൊഡ്യൂസർമാരും. അതിന് ഏറ്റവും എന്നെ ഇഷ്ടപ്പെട്ടത് യൂണിവേഴ്സൽ തിയേറ്റേഴ്സിലെ അസീസ് ആയിരുന്നു. അത് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ റെഡ് സിഗ്നൽ, മതയാന, കുഞ്ഞാലി മരക്കാർ അത് ചെയ്ത ബാബുരാജായിരുന്നു. അതിന് 2 പാട്ട് ഞാനും ചെയ്തു, ഒരു കഥകളിപ്പാട്ടും മറ്റേ പറഞ്ഞു. അതൊക്കെ വളരെ കേരളത്തിൽ ജനങ്ങൾ സംഗീതം ഇഷ്ടപ്പെടുന്നവർ വളരെ ആവേശത്തോടെ സ്വീകരിച്ചു. ആ കാലമൊക്കെ എൻ്റെ ഒരു പ്രതാപകാലം തന്നെയായിരുന്നു. അത് കേട്ടിട്ട് പല നാടകക്കാരും എന്നെ വിളിക്കുകയും ആ നാടകത്തിനൊക്കെ സംഗീതം നൽകുകയും ചെയ്തു. അത് കേട്ടിട്ടാണ് കലാമണ്ഡലം ഗംഗാധരൻ അയാളുടെ ഡാൻസ് ട്രൂപ്പിന് വേണ്ടി എന്നെ വിളിക്കുകയും, അത് പ്രത്യേകം പറയാൻ കാരണം ആ ട്രൂപ്പിന് ഈ ഇന്നത്തെ ബാലെ പോലെ സംഭാഷണമൊന്നുമില്ല, മൊത്തം പാട്ടുകൾ മാത്രമാണ്. എത്ര രാഗം എടുത്താലും ഇത്രയും 3 മണിക്കൂർ നേരത്തേക്ക് പല രാഗങ്ങൾ കൊടുത്താലേ നമുക്ക് പാട്ടുണ്ടാക്കാൻ പറ്റും. ആ സമയത്ത് ദൈവം എന്നിൽ ഒരുപാട് കനിഞ്ഞു, ഒരുപാട് ഐഡിയാസ്, ഭാവനകൾ തന്നു. അതൊക്കെ ഞാൻ ചെയ്തു. സത്യത്തിലൊരു അഹങ്കാരിയായി മാറി ഞാൻ.